ആരാന്റെ പട്ടിക്ക് ചോറ് കൊടുത്താൽ പട്ടട കണ്ടേ മടങ്ങും. ഇങ്ങനെ ഒരു നാടൻ ചൊല്ലുണ്ട്. ഇന്നത്തെ കാലത്ത് എല്ലാ വീട്ടിലും ഒരു നായയെങ്കിലും ഉണ്ടാവും. അത് ലാബ്രഡോർ ആവാം, റോഡ് വീലർ ആവാം, പിറ്റ്ബുൾ ആവാം, അങ്ങനെ ജർമ്മൻ ഷെപ്പേർഡ് ആവാം, എന്തും തന്നെയാവും, ഡോബർമാൻ, അങ്ങനെ തുടങ്ങിയ പല വിഭാഗത്തിൽപ്പെടുന്ന പഗ് പോലത്തെ വീട്ടിന് ഉള്ളിൽ വളർത്തുന്ന നായ്ക്കൾ ഉണ്ടാവാം. പോരാത്തതിന് ചിലപ്പോൾ ഒരു നാടൻ നായകളും വീട്ടിലുണ്ടാകാം. അപ്പം ഇതിനെയൊക്കെ നമ്മൾ വളർത്തുക എന്ന് പറയുന്നത് നല്ല കാര്യം തന്നെയാണ്. കാരണം മനുഷ്യനോട് ഇത്രയും ഇണക്കമുള്ള, അല്ലെങ്കിൽ കൊടുക്കുന്ന ഭക്ഷണത്തിന് ഇത്രയും കൂറ് തിരിച്ചു കാണിക്കുന്ന ഒരു ജീവി വേറെ ഇല്ല. അതാണ് നായ്ക്കളുടെ പ്രത്യേകത. പക്ഷെ എന്നിരുന്നാലും ഇതിനകത്ത് കുറച്ച് പ്രശ്നങ്ങൾ കൂടിയുണ്ട്. നമസ്കാരം, രുദ്രധാരയുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് തമ്പനയിൽ പറഞ്ഞതുപോലെ നായകൾ വീട്ടിലേക്ക് വന്ന് കയറാറുണ്ടോ, അങ്ങനെ കയറിക്കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ വീടിൻ്റെ അവസ്ഥ എങ്ങനെയാകും, അല്ലെങ്കിൽ എങ്ങനെയുള്ള നായ്ക്കളെയാണ് വീട്ടിൽ വളർത്തേണ്ടത്, ഇത് വളർത്തുന്നതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ, ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പറയുന്നത്. നിമിത്ത ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെയാണ് ഇതിനെക്കുറിച്ച് ഇന്ന് സംസാരിക്കുന്നത്. നായ്ക്കളെ വളർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം, അതിന് നമ്മൾ മറ്റുള്ള ജീവികളുടെ കണക്കല്ല, അതിനെ നമ്മൾ കൂട്ടിലിട്ടാണ് വളർത്തുന്നത്, അല്ലേ? പക്ഷെ ആ കൂട് പണിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും വീടിൻ്റെ കിഴക്ക് ഭാഗത്ത് ഈ പറയുന്ന പട്ടിക്കൂട് അല്ലെങ്കിൽ ഈ പറയുന്ന നായ്ക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഷെൽട്ടർ ഉണ്ടാക്കാൻ പാടില്ല. പിന്നെ അത് ഏത് ഭാഗത്തായിരിക്കണം, കിഴക്ക് വടക്കേ മൂല ഭാഗമോ അല്ലെങ്കിൽ വടക്ക് ഭാഗമോ ആയിരിക്കും എപ്പോഴും ഉചിതം. ഒരു കാരണവശാലും കിഴക്ക് തെക്കേ മൂലയിലോ തെക്ക് പടിഞ്ഞാറേ മൂലയിലോ ഈ പറയുന്ന കൂട് വരാൻ പാടില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. അടുത്തതായിട്ട് എങ്ങനെയുള്ള നായ്ക്കളെയാണ് വീട്ടിൽ വളർത്തേണ്ടത്. നമ്മൾ വീട്ടിൽ വളർത്തുന്ന നായയ്ക്ക് ആ വീട്ടിലുള്ളവരുടെ ഒരു സ്വഭാവ സ്വാധീനം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. നമ്മൾ വളർത്തുന്ന പോലെ ഇരിക്കും അതിനെ. ഇപ്പം നമുക്കറിയാം, വളരെ ആഗ്രസീവായിട്ടുള്ള ഒരു ഡോഗാണ് റോഡ് വീലർ എന്ന് പറയുന്നത്. പക്ഷേ നമ്മളത് വളർത്തുന്ന രീതിയിലാണ്, നമ്മളെങ്ങനെയാണോ അതിനെ വളർത്തുന്നത്, നമ്മളെങ്ങനെയാണോ അതിനെ ട്രെയിൻ ചെയ്യുന്നത്, അതുപോലെ അത് വളർന്നു വരും. വീട്ടിൽ ഒരു പെറ്റായിട്ട് തന്നെ എന്ത് ചെയ്യും, ഒരു പൂച്ചയെ വളർത്തുന്ന കണക്ക് നമുക്കതിനെ വളർത്താൻ സാധിക്കും. എല്ലാ നായകളെയും അങ്ങനെ പറ്റില്ല. ഇപ്പം പറയുന്ന പിറ്റ്ബുള്ളിനെയൊന്നും നമുക്കങ്ങനെ വളർത്താൻ പറ്റില്ല. പക്ഷെ അത് കുറച്ചുകൂടെ ഒബീഡിയൻ്റ് ആണ് ഈ സംഭവം. ഒരൊറ്റ യജമാനനെ ഉണ്ടാവും. അങ്ങനെയൊക്കെയുള്ള ചില പ്രത്യേക ബ്രീഡിലൊക്കെ പെടുന്ന നായ്ക്കളുണ്ട്. നമ്മൾ ഈ പറയുന്ന അത്തരത്തിലുള്ള നായ്ക്കളെക്കുറിച്ചോ പേർഷ്യൻ ക്യാറ്റിനെ കുറിച്ചോ ഒന്നും അല്ല ഞാൻ പറയുന്നത്. ഞാനിവിടെ പറയുന്നത് നാടൻ നായ്ക്കളെക്കുറിച്ചാണ്. നമുക്കറിയാം, ഞാനിത് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ പട്ടിപ്രേമികളുണ്ട്, അല്ലേ? നായ്ക്കളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നവരുണ്ട്. ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടണം എന്നില്ല. പക്ഷേ ഇന്നത്തെ കാലത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തെരുവിൽ കിടക്കുന്ന ഒരു നായ, അതിനെ ട്രെയിൻ ചെയ്യിക്കാൻ പ്രത്യേകിച്ചൊന്നും ആരും ഇല്ല അതിനെ ട്രെയിൻ ചെയ്യിക്കാൻ. അപ്പോൾ അത് ഭക്ഷണത്തിന് വേണ്ടി മനുഷ്യനെയും കടിച്ചു കയറും, അല്ലേ? സ്ഥിരമായിട്ട് ഭക്ഷണം കൊടുക്കുന്നവരെ പോലും കടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ പട്ടിപ്രേമമൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് കുറച്ച് യാഥാസ്ഥിതികമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ പറയാം. നായ്ക്കളെ വീട്ടിൽ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതിൻ്റെ നിറം. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എപ്പോഴും നിങ്ങളൊരു കറുത്ത നായയെ വീട്ടിൽ വളർത്താൻ ശ്രദ്ധിക്കുക. എന്തുകൊണ്ടായി കറുപ്പ് നായ എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വീട്ടിലുള്ള ഗൃഹനാഥയുടെ ആരോഗ്യം ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. ഇതിവിടെ ആരും പറഞ്ഞു കേട്ടിട്ടുണ്ടാവില്ല ഇങ്ങനെ ഒരു സംഭവം, അല്ലേ? എന്നാൽ അങ്ങനെയുണ്ട്. വീട്ടിലുള്ള ഗൃഹനാഥയുടെ ആരോഗ്യം ആ വീട്ടിൽ വളർത്തുന്ന നായയുടെ നിറവുമായിട്ടൊരു ബന്ധമുണ്ട് അതിന്. അതുപോലെ തന്നെ കേതുവിൻ്റെ അപഹാരമുള്ള ഒരു വീട്ടിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കേതു ദോഷം മാറുന്നതിന് ഈ പറയുന്ന കറുത്ത നായയെ വളർത്തുന്നത് വളരെ ഉചിതമാണ്. ഒട്ടുമിക്ക വീടുകളിലും കൂടുതലായി കണ്ടുവരുന്നത് ചുവപ്പ് കളറിലുള്ള നായ്ക്കളെ വളർത്തുന്നതാണ് കണ്ടുവരുന്നത്. കുഴപ്പമുണ്ട് എന്നല്ല ഞാൻ പറയുന്നത്. അത്തരത്തിലുള്ള വീടുകളിൽ സംശയരോഗം ഉണ്ടാകും. പരസ്പരം സഹോദരനും സഹോദരിയായിട്ട് സംശയം ഉണ്ടാകും. വീട്ടിലുള്ള മറ്റു തരത്തിലുള്ള സംശയങ്ങളല്ല ഞാനീ പറയുന്നത്.
തമ്മിലുള്ള ഒരു വൈകാരികമായ അടുപ്പത്തിന് വിള്ളലുണ്ടാവും. അത്തരത്തിലുള്ള നായ്കൾ എന്ന് പറയുന്നത് ചുവപ്പ് കളറിലുള്ള നായ്ക്കളുള്ള വീടെന്ന് പറയുന്നത് ചുവപ്പ് എന്ന് പറയുന്നത് നാടൻ പട്ടിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അല്ലാതെ റോഡ് വീലറിന് ചെറിയ ചുവപ്പ് ഉണ്ട്, പക്ഷെ അത് ചുവപ്പ് എന്ന് പറയാൻ പറ്റത്തില്ല. ലാബ്രഡോർ ചെറിയ ചുവപ്പുള്ളതുണ്ട്, അതല്ല ഞാൻ പറയുന്നത്. ഓറഞ്ച് കളറാണത്. ഞാൻ പറയുന്നത് ചുവപ്പ്, കടും ചുവപ്പുള്ള നായ്ക്കളുടെ കാര്യമാണ് പറയുന്നത്. പലതും അത്തരത്തിലുള്ള വീടുകളിൽ പലതും എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ, വൈകാരികമായിട്ടുള്ള ഒരു അടുപ്പം കുറയും. പലതും തുറന്ന് സംസാരിക്കാൻ പറ്റാത്ത ഒരു രീതിയിലേക്ക് പോകും. നിമിത്ത ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് പറയുന്നത്. അപ്പോൾ എപ്പോഴും ഒരു കറുപ്പ് എന്ന് കരുതി നിങ്ങളുടെ വീട്ടിലെ ചുവപ്പ് പെട്ടി കൊണ്ട് എവിടെയെങ്കിലും കൊണ്ട് കളയണമെന്നല്ല ഈ പറയുന്നതിൻ്റെ അർത്ഥം. അത്തരത്തിലുള്ള നായ്ക്കൾ ഒരിക്കലും വീടിൻ്റെ മുൻവശത്ത് വളർത്താതിരിക്കുക, കെട്ടിയിടാതിരിക്കുക. എപ്പോഴും വീടിൻ്റെ പിന്നിൽ തന്നെ എന്ത് ചെയ്യുക, വളർത്താൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അതിനെ കൂട്ടിലിട്ട് വളർത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്. സാമ്പത്തികമായിട്ടൊക്കെയുള്ള അരക്ഷിതാവസ്ഥയൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ കറുപ്പ് നായയാണ് വളർത്തുന്നതെങ്കിൽ ഈ പറയുന്ന പ്രോസ്പെരിറ്റി നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്ന് ശ്രമിച്ചു നോക്കുക, അത്രേ ഉള്ളൂ. ഇനി പറയാൻ പോകുന്നതാണ് പ്രധാന കാര്യത്തിലേക്ക് പോകുന്നത്. നമ്മുടെ വീട്ടിലേക്ക് ചിലപ്പോൾ നായ്ക്കൾ എവിടുന്നെങ്കിലും വലിഞ്ഞു കയറി വരാറുണ്ട്. വലിഞ്ഞു കയറി വരുമ്പോൾ നമ്മളെന്താണ്, സഹജീവികളോടുള്ള സ്നേഹം കൊണ്ട് നമ്മൾ അവർക്ക് ഭക്ഷണം കൊടുക്കും. നല്ല കാര്യമാണ് ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത്, തെറ്റായിട്ടുള്ളൊരു കാര്യമല്ല. ഭക്ഷണം കൊടുക്കുക പോകും, വീണ്ടും അത് അവിടെ തന്നെ ഏതെങ്കിലും നമ്മുടെ ആ പ്രദേശത്ത് അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയിൽ തന്നെ അത് എന്ത് ചെയ്യും, ഭക്ഷണം കിട്ടുന്നത് കൊണ്ട് അത് അവിടെ തന്നെ എന്ത് ചെയ്യും, സ്ഥിരതാമസമാക്കും. പ്രത്യേകിച്ച് മണലൊക്കെ ഇറക്കിടുക എന്നുണ്ടെങ്കിൽ ആ ചൂട് പറ്റി അതിനകത്ത് കിടക്കും എന്നുള്ളതാണ്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിൽ ദുരിതം ആണ് ഫലം. ദുരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായ ദുരിതം. സാമ്പത്തികമായിട്ടുള്ളതുണ്ടാവാം, വീട്ടിലെ അംഗങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം, ചിലപ്പോൾ ഭൂമി നഷ്ടപ്പെട്ടു പോകാം, അങ്ങനെയൊക്കെ ഒരുപാട് രോഗദുരിതങ്ങൾ ഉണ്ടാവാം, മരണം വരെ സംഭവിക്കാം. അതാ പണ്ടുള്ളവർ പറയുന്നത്, ആരാൻ്റെ പട്ടിക്ക് ചോറ് കൊടുത്ത പട്ടട കണ്ടേ മടങ്ങുള്ളൂ എന്ന് പറയുന്നതിൻ്റെ പിന്നിലുള്ള കാര്യം ഇതാണ്. ഇനി അടുത്തത് പറയുമ്പോൾ, ചില വീടുകളിൽ നമ്മളറിയില്ല, നമ്മുടെ വീട്ടിൽ ചില പട്ടികൾ അല്ലെങ്കിൽ ചില നായ്ക്കൾ സ്ഥിരതാമസമായിരിക്കും. നമ്മളറിയില്ല. എങ്ങനെ അറിയില്ല? കാരണം നമ്മളൊക്കെ ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം സിറ്റ് ഔട്ടിലേക്ക് കയറി വരുന്നത്. സിറ്റ് ഔട്ടുള്ള വീടുകളുടെ കാര്യമാണ് പറയുന്നത്. സിറ്റ് ഔട്ടിൽ കയറി വന്ന് അവിടെ കിടന്നുറങ്ങിയിട്ട് രാവിലെ 4 മണിയാകുമ്പോഴത്തേക്ക് ആശാൻ ഇറങ്ങിപ്പോവും. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഉറക്കം, അതിൻ്റെ വീട് എന്ന് പറയുന്നത് അതാണ്, നമ്മുടെ സിറ്റ് ഔട്ടാണ്, അല്ലേ? നമ്മുടെ പൂമുഖം എന്ന് പറയുന്ന ആ സംഭവം. ആ പ്രദേശം എപ്പോഴും വളരെ ശുദ്ധവൃത്തിയോടുകൂടി ഇരിക്കണം. കാരണം എന്ന് വെച്ചാൽ മഹാലക്ഷ്മിയുടെ ആ പ്രതീകമായിട്ടാണ് ഈ പൂമുഖത്തെ കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ തുളസിത്തറയൊക്കെ വയ്ക്കാനുള്ള കാരണം മുന്നിൽ. അപ്പോൾ അവിടെ എന്താണ്, എപ്പോഴും വൃത്തിയായി ഇരിക്കണം. അപ്പോൾ ദൈവങ്ങൾക്ക് ഇങ്ങനെ മൃഗങ്ങളോട് ഇങ്ങനെയൊക്കെ കാണിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവങ്ങൾക്ക് അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. പക്ഷേ മനുഷ്യൻ താമസിക്കുന്നിടത്ത് ദൈവികത ഉണ്ടാകണമെങ്കിൽ, മനുഷ്യൻ താമസിക്കുന്ന സ്ഥലത്ത് ദൈവികത ഉണ്ടാകണമെങ്കിൽ നമ്മൾ ചില ചിട്ടകൾ പാലിക്കേണ്ടതുണ്ട്. അതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ സിറ്റ് ഔട്ടിൽ വന്ന് കയറി കിടക്കുക എന്ന് പറയുന്നത് നമ്മൾ അറിയില്ല. ചിലപ്പോൾ എന്തെങ്കിലും തെളിവുകൾ അവശേഷിക്കുമ്പോഴായിരിക്കും, രാവിലെ ഇറങ്ങി വരുമ്പോഴായിരിക്കും അതിൻ്റെ എന്തെങ്കിലും അത് വന്നതിൻ്റെ അതിൻ്റെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അവിടെ ഇങ്ങനെ പൂടെയൊക്കെ പൊഴിഞ്ഞ് കിടക്കുന്ന കാണുമ്പോഴായിരിക്കും നമ്മൾ മനസ്സിലാക്കുന്നത്, അയ്യോ ഇവിടെ ഇങ്ങനെ കയറി കിടന്നു. നമ്മൾ അപ്പോഴേ വൃത്തിയാക്കും അവിടെ, അല്ലേ? കുട്ടികളൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് അത് വൃത്തിയാക്കും. അപ്പോൾ ഇത് ഇങ്ങനെ വന്ന് കിടക്കുന്നു എങ്കിൽ സർവനാശം ഫലം എന്നാണ്. സർവനാശം ഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയൽവക്കവുമായിട്ട്, നമ്മുടെ നെയ്ബേഴ്സ്, അവരുമായിട്ട് ഉള്ള തർക്കങ്ങളുണ്ടാവാം, വഴക്കുണ്ടാവാം, കേസുകൾ ഉണ്ടാവാം, അതിർത്തി തർക്കങ്ങൾ ഉണ്ടാവാം. പിന്നെ അതുപോലെ തന്നെ കോടതിപരമായിട്ടുള്ള കോടതി വ്യവഹാരങ്ങളിൽ ഇടപെടേണ്ടി വരിക, സാമ്പത്തിക നഷ്ടമുണ്ടാവുക, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ, രോഗാവസ്ഥകൾ ഉണ്ടാവുക. ഇതൊക്കെയാണ് ഇതിൻ്റെ ഫലം. ഇങ്ങനെ വന്ന് കടന്നു കഴിഞ്ഞാൽ അതിനുള്ള അനുവാദം നിങ്ങൾ കൊടുക്കാൻ പാടില്ല. മറ്റൊരു പട്ടി, അതായത് പുറത്തുനിന്നുള്ള ഒരു പട്ടി വന്ന് കയറാനുള്ള അനുവാദം നിങ്ങൾ കൊടുക്കാതിരിക്കുക. ഒന്ന്. ഇനി അടുത്തത്, നിങ്ങളുടെ വീട്ടിൽ വളർത്തുന്ന പട്ടി ആയിക്കൊള്ളട്ടെ, പുറത്തുള്ള ഏതെങ്കിലും ഒരു നായ ആയിക്കൊള്ളട്ടെ, നിങ്ങളൊരു വഴിക്ക് പോകാനായിട്ട് നിൽക്കുന്നു. ഈ സമയത്ത് നിങ്ങൾക്ക് മുന്നിലേക്ക് വരികയാണ്, അത് ഒരു ചെരുപ്പ് കടിച്ചെടുത്തുകൊണ്ട് വരികയാണെന്നിരിക്കട്ടെ. നിങ്ങളത് കാണുന്നു, നിമിത്ത ശാസ്ത്രത്തിൽ പറയുന്നു, ചെരുപ്പ് കടിച്ചെടുത്തുകൊണ്ട് ആണ് ഈ പട്ടി വരുന്നതെങ്കിൽ നിങ്ങൾ പോകുന്ന കാര്യം നടക്കില്ല, സുനിശ്ചിതം. അതാണ് അതിൻ്റെ സംഭവം. നിങ്ങൾ പോകുന്ന കാര്യം ഒരു കാരണവശാലും നടക്കില്ല, കാലതാമസം എടുക്കും എന്നുള്ളതാണ് ഒരു ചെരുപ്പാണ് കടിച്ചെടുത്തുകൊണ്ട് വരുന്നതെങ്കിൽ കാണുന്നത്. പക്ഷേ അതേ സമയത്ത് ഒരു വസ്ത്രം, മുഷിഞ്ഞ വസ്ത്രമായിക്കോട്ടെ, കീറിയ വസ്ത്രമായിക്കൊള്ളട്ടെ, എന്തോ ആയിക്കൊള്ളട്ടെ, ഒരു വസ്ത്രമാണ് കടിച്ചുകൊണ്ട് വരുന്നതെങ്കിൽ പോകുന്ന കാര്യലാഭമുണ്ടാകും, സാമ്പത്തിക ലാഭമുണ്ടാകും, നന്മയുണ്ടാകും എന്നുള്ളതാണ് അതിൻ്റെ ആ ഒരു നിമിത്തം പറയുന്നത്. ഇനി അടുത്തത്, ഇത് നിങ്ങളുടെ വീട്ടിലെ പട്ടിയാകാം, പുറത്തുനിന്നുള്ള പട്ടിയാകാം, നിങ്ങളുടെ വീട്ടിലെ പട്ടിയും പോയി ഇങ്ങനെ എടുത്തുകൊണ്ട് വരാം, അയലത്തെ വീട്ടിൽ നിന്ന് പോയി എടുത്തുകൊണ്ട് വരാം, അങ്ങനെ സംഭവിക്കാം. എന്താണെങ്കിലും നിമിത്തത്തിൽ ഇത് പറയുന്നു. ഇനി അടുത്തത്, നിങ്ങളുടെ വീട്ടിൽ വളർത്തുന്നതായിക്കൊള്ളട്ടെ, പുറത്തു നിന്നുള്ളതായിക്കൊള്ളട്ടെ, നിങ്ങളുടെ വീടിൻ്റെ മതിലിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ ഭിത്തിയിൽ ഇത് കൈകൾ കൊണ്ട് മാന്തുന്നതാണ് കാണുന്നതെങ്കിൽ
രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നുകിൽ ആ വീടിന് നാശം സംഭവിക്കും, അല്ലെങ്കിൽ ആ വീട് പൊളിച്ച് പുതിയത് പണിയും. ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നുകിൽ ആ വീടിന് നാശം സംഭവിക്കുക, എന്തെങ്കിലും തരത്തിലുള്ള കേടുപാടുകൾ ഉണ്ടാവുക. അതല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും മരം വീണോ അല്ലാതെ എങ്ങനെങ്കിലും കേടുപാടുകൾ ഉണ്ടാവുക. അതല്ല എന്നുണ്ടെങ്കിൽ ആ വീട് പൊളിച്ചു മാറ്റി പുതുക്കി പുതിയ ഒരെണ്ണം പണിയും എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ഇവിടെ പറയുന്നത്. ഇനി അടുത്തത് കുറച്ച് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾ കാണുന്നത് ഒരു നായ ഒരു മാംസമാണ് കടിച്ചുകൊണ്ട് വരുന്നതെങ്കിൽ, എന്തിൻ്റെയെങ്കിലും മാംസം, ചിക്കൻ്റെ വേസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മൃഗങ്ങളുടെ ആയിരിക്കാം, എന്തെങ്കിലും കടിച്ചെടുത്തുകൊണ്ട് നിങ്ങൾ വരുന്നതാണ് കാണുന്നതെങ്കിൽ ഉദ്ദിഷ്ട കാര്യസിദ്ധിയാണ് പറയുന്നത്. അതായത് വീട്ടിൽ ഒന്നുകിൽ വിവാഹം നടക്കും, അല്ലാന്നുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഒരു ഭദ്രത ഉണ്ടാകും, ഗവൺമെൻറ് ജോലി അല്ലെങ്കിൽ പ്രൈവറ്റ് മേഖലയിൽ ഒരു ജോലി, സ്ഥിരമായിട്ടുള്ള ജോലി, അതിനകത്തുള്ള അസ്ഥിരത മാറി സ്ഥിരത കൈവരിക്കാനുള്ള ഒന്നായിട്ട് ഈ മാംസം കടിച്ചുകൊണ്ട് വരുന്ന നായ്ക്കൾ നിമിത്തത്തിൽ പറയപ്പെടുന്നു. എന്നാൽ അടുത്തത് അസ്ഥിയാണ് കടിച്ചുകൊണ്ട് വരുന്നതെങ്കിൽ, അസ്ഥി, ഉണങ്ങിയ അസ്ഥിയോ ഉണങ്ങിയ കൊമ്പുകളോ മരച്ചില്ലകളോ എന്ന എന്തെങ്കിലുമാണ് കൊണ്ടുവരുന്നതെങ്കിൽ, അതാണ് നിങ്ങൾ ഒരു വഴിക്ക് പോകാൻ ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ രാവിലെ കാണുന്നതെങ്കിൽ, ഒരു ദിവസം നിങ്ങളുടെ വീട്ടിലേക്ക് എന്നുള്ള കാര്യമാണ് പറയുന്നത്, പുറത്തുള്ള കാര്യമല്ല, നിങ്ങളുടെ വീട്ടിലേക്ക് ഇത് കൊണ്ടുവരുന്നതാണ് കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകാൻ ഇറങ്ങുമ്പോൾ നിങ്ങൾ ആദ്യം കാണുന്നത് ഇതാണ് എങ്കിൽ, അവിടെ പറയുന്നത് ജയിൽവാസമാണ്. ജയിൽവാസം അനുഭവിച്ചിരിക്കും. തെളിവുകളുണ്ട്, ഇതിന് തെളിവുകളുണ്ട്. ഇത് കണ്ടവരിൽ പലരും പറഞ്ഞിട്ടുണ്ട് ഇതിന് തെളിവുകളുണ്ട്. അപ്പോൾ ജയിൽവാസം, കോടതി വ്യവഹാരം, പോലീസ് കേസ് 101% അടിവരായിട്ട് പറയാം. മരച്ചില്ല കടിച്ചെടുത്തുകൊണ്ട് വരുന്നതാണ് കാണുന്നതെങ്കിൽ, നിങ്ങൾ പട്ടിയെ കൊണ്ട് ട്രെയിൻ ചെയ്യിക്കുന്ന കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. ഒരു പട്ടി നിങ്ങൾക്ക് നേരെ ഇത് എടുത്തുകൊണ്ട് വരികയാണ്, നിങ്ങളത് കാണുകയാണെങ്കിൽ, അസ്ഥികൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ഈ സഞ്ചയനമൊക്കെ കഴിഞ്ഞ എടുത്ത് പോയി മാന്തിയിട്ട് പറക്കിയെടുത്തുകൊണ്ട് വരുന്ന ചില നാടൻ പട്ടികളുണ്ട്. ഇത് നമുക്ക് മുമ്പിലോട്ടാണ് കൊണ്ടുവരുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് മരണഭയം, മറ്റൊന്ന് ജയിൽവാസം. ഇതിൽ രണ്ടിൽ കുറയാതെ ഒന്നുമില്ല. ഒന്നും തന്നെ ഇല്ല. മരച്ചില്ല, ഉണങ്ങിയ മരച്ചില്ല അല്ലെങ്കിൽ അസ്ഥികൾ വളരെ ദോഷകരമാണ്. അടുത്തതായിട്ട് നിങ്ങളുടെ പറമ്പിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളവൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, വിളവെടുക്കുന്ന അല്ലെങ്കിൽ കൃഷി ചെയ്യുന്ന കൃഷിപ്പറമ്പ്. ഈ കൃഷി ചെയ്ത സ്ഥലത്ത് ഈ പട്ടി മാന്തുന്നത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് വരുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരുന്ന കാലഘട്ടത്തിൽ നല്ല അത്യുഗ്രമായ വിളവ് ആ ഭൂമിയിൽ ഉണ്ടാകും എന്നുള്ളതാണ് കാണുന്നത്. ഈ പട്ടി മാന്തുന്ന സ്ഥലത്ത് തന്നെ കൃഷി ഇറക്കുക, അല്ലെങ്കിൽ അവിടെ നന്നായിട്ട് കൃഷി ചെയ്തു കഴിഞ്ഞാൽ 100 മേനി വിളവ് കിട്ടും എന്നതാണ് പൂർവികർ പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പ്രദേശങ്ങളിൽ എന്ത് ചെയ്യും? കൃഷി ചെയ്യാറുണ്ടായിരുന്നു. നായ്ക്കളെ കൊണ്ട് നിർത്തിയിട്ട് അവരത് മാന്തുന്നു എന്ന് നോക്കും. അങ്ങനെയാണെങ്കിൽ അവിടെ കൃഷി ചെയ്യുന്ന ഒരു രീതി, പരമ്പരാഗതമായിട്ടുള്ള ഒരു രീതി ചരിത്രത്തിൽ പോലും പരാമർശിക്കപ്പെടുന്നുണ്ട്. അപ്പം ഇത്രയാണ് നായ്ക്കളെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നായ്ക്കളെ വീട്ടിൽ വളർത്തുന്നത് കൊണ്ട് വലിയ തെറ്റില്ല, നല്ലത് തന്നെയാണ്. കാരണം ഒരു വീടായി കഴിഞ്ഞാൽ ഒരു നായ സംരക്ഷണത്തിന് അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ തിരഞ്ഞെടുക്കുന്നതും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. എന്നെയൊക്കെ സംബന്ധിച്ച് ഞാൻ വഴി കിടക്കുന്ന എവിടെ കണ്ടാലും ഒരു കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ എടുത്തുകൊണ്ട്, ആണും പെണ്ണും നോക്കത്തില്ല, പൊക്കെ എടുത്തുകൊണ്ട് വീട്ടിൽ കൊണ്ടുവരും. വീട്ടിൽ അങ്ങനെ സമ്മതിക്കത്തൊന്നുമില്ലായിരുന്നു. പക്ഷെ ഞാൻ എവിടെ കണ്ടാലും ഞാൻ അതിനെ എടുത്തുകൊണ്ടുവരും. ഇനി മറ്റൊരു കാര്യം പറയാം, നിങ്ങൾ ആർക്കെങ്കിലും പട്ടികളെ ദാനം ചെയ്യുന്നുവെങ്കിൽ, അതായത് നിങ്ങളുടെ വീട്ടിലെ കുഞ്ഞു പട്ടികളെ കൊടുക്കുന്നെങ്കിൽ 1 രൂപയെങ്കിലും അതിനകത്ത് വാങ്ങുക. 1 രൂപയെങ്കിലും നിങ്ങൾ വാങ്ങിയേ കൊടുക്കാവൂ. കാരണം നിങ്ങൾ ഒരു ഗിഫ്റ്റായിട്ട് ഇതിനെ കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ, അതായത് കൊടുക്കുന്ന ആളും നിങ്ങളും തമ്മിൽ വർഗ്ഗശത്രുക്കളായിട്ട് മാറും. നിങ്ങളുടെ ജന്മത്ത് നിങ്ങൾ മിണ്ടാത്ത ഒരവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ട് നമ്മളിലെ കർച്ചീഫ് കൊടുക്കുന്ന പോലെ, കർച്ചീഫ് ഒരാൾക്ക് കൊടുക്കാൻ പാടില്ലല്ലോ, എന്താ പിണങ്ങും എന്ന് നമ്മൾ പറയാറില്ലേ, എന്ന് പറയുന്നത് പോലെ നായ്ക്കളെ ഒരു കാരണവശാലും കൊടുക്കരുത്. പണം മേടിച്ചിട്ട് മാത്രമേ കൊടുക്കൂ. അത് 1 രൂപയെങ്കിലും പ്രതിഫലം വാങ്ങി മാത്രമേ നായ്ക്കളെ എന്ത് ചെയ്യാൻ കൊടുക്കാവൂ. അത് നാടൻ പട്ടി ആയിക്കൊള്ളട്ടെ, എന്തായിക്കൊള്ളട്ടെ. ഞാൻ ഈ വഴിയിലൊക്കെ, ഞാൻ പറഞ്ഞല്ലോ, വഴിയിലൊക്കെ കാണുന്നതിനെ ഞാൻ എടുത്ത് വീട്ടിൽ കൊണ്ടുവരുമായിരുന്നു. അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഇതിനെ. അപ്പോൾ ഇതിനെ ഞാൻ പറഞ്ഞല്ലോ, ഇതിനെ വളർത്താം, പക്ഷെ വളർത്താൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ പുറത്തുള്ള ഒരു ജീവികളും വീട്ടിൽ വന്ന് താമസിക്കാൻ, സ്ഥിര താമസം ഉണ്ടാക്കാനുള്ള അനുമതി നിങ്ങളായിട്ട് നൽകരുത്. അത്തരത്തിലുള്ള ജീവികളുടെ പേര് കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പരാമർശിക്കാം. വാവലുകൾ, വവ്വാലെന്ന് പറയും. അതൊരു കാരണവശാലും വീട്ടിൽ കൂട് കൂട്ടാൻ സമ്മതിക്കരുത്. മരണത്തിന്റെ പ്രതീകം തന്നെയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും വാവലുകൾ കൂട് കൂട്ടാൻ സമ്മതിക്കരുത്. മൂങ്ങയ്ക്ക് കൂട് കൂട്ടാനുള്ള അവസരം വീട്ടിൽ കയറി വന്നു കഴിഞ്ഞാൽ ആ വീട് പൊളിക്കും, വീട് നഷ്ടപ്പെടും, ഫാമിലി തന്നെ ശിഥിലമായി പോകും. മൂങ്ങകൾ കയറി വരാൻ പാടില്ല വീട്ടിനകത്ത്. അടുത്ത പ്രതീകമാണ്, പ്രകൃതി നൽകുന്ന സൂചനകളാണ്.
അടുത്തത് പ്രാവ്. പ്രാവ് വീട്ടിൽ കൂട് കൂട്ടിയാൽ ദാരിദ്ര്യം സുനിശ്ചിതം, കലഹം സുനിശ്ചിതം. ഇതാണ് പ്രാവുകൾ ഒരു കാരണവശാലും വീട്ടിൽ കൂട് കൂട്ടാൻ അനുവദിക്കരുത്. അതിന് പല ക്ഷേത്രങ്ങളിലും പ്രാവുകൾ കൂട് കൂട്ടിയിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെടുത്തുന്നില്ല, വീടുകളുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോഴാണ് ഈ പറയുന്ന ദാരിദ്ര്യം ഉണ്ടാവുക എന്ന് പറയുന്നത്. പ്രാവുകൾ കൂടുകൂട്ടാൻ, വീട്ടിൽ കൂടുകൂട്ടാൻ, ക്ഷേത്രങ്ങളിൽ കൂടുകൂട്ടാം, വീട്ടിൽ കൂടുകൂട്ടാൻ അനുവദിക്കരുത്. ക്ഷേത്രത്തിലും പള്ളികളിലും ഒക്കെ ഇഷ്ടംപോലെ പ്രാവുകളുണ്ട്, അതിന് കൂടുകളുമുണ്ട്. നമ്മുടെ വീട്ടിൽ കാക്കയോ പ്രാവോ മൂങ്ങയോ വവ്വാലോ തുടങ്ങിയ ജീവികൾ ഒരു കാരണവശാലും, തുടങ്ങിയ പക്ഷികൾ ഒരു കാരണവശാലും കൂട് കൂട്ടാനുള്ള അനുവാദം നൽകാൻ പാടില്ല. അതിൻ്റെ കൂടെ ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ഒരു പക്ഷിയും നിങ്ങൾ വിളിച്ച് അല്ലെങ്കിൽ പിടിച്ച് കൂട്ടിലടയ്ക്കരുത്, കൂട്ടിലടയ്ക്കാൻ പാടില്ല. വീട്ടിൽ പക്ഷികളെ, തത്തയായിക്കൊള്ളട്ടെ, എന്തായിക്കൊള്ളട്ടെ, ഈ പേർഷ്യൻ തത്തയുടെ കാര്യമല്ല പറയുന്നത്, അതിനെയൊക്കെ തുറന്നു വിട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്ത് ചെയ്യും, അതിനെ കൊന്നുകളയും. അപ്പോൾ അതുകൊണ്ട് ഈ അല്ലാതെ കൂട്ടിലടച്ച് വളർത്തുന്ന കിളികൾ, ലവ് ബേർഡ്സ് അടക്കം, നമുക്കറിയാലോ ലവ് ബേർഡ്സ് ഒരെണ്ണം പോയി കഴിഞ്ഞാൽ അടുത്തതും ചത്തുപോകും. ലവ് ബേർഡ്സിൻ്റെ അത് ഒരു അടുത്ത വീഡിയോ ആയിട്ട് ചെയ്തേ പറ്റൂ, കാരണം എന്ന് വെച്ചാൽ കുറച്ച് ലോങ് കാര്യങ്ങൾ പറയാനുണ്ട്. മരണം വരെ ബന്ധപ്പെടുത്തി നമുക്ക് ലവ് ബേർഡ്സിൻ്റെ കാര്യത്തിൽ പറയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാനിത് പറയുന്നത്. ഒരു കാരണവശാലും ഒരു ജീവികളെയും വീട്ടിൽ, നായ ഒഴികെ ഒരു ജീവിയെയും കൂട്ടിലടച്ച് വളർത്തരുത്. ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ, കേട്ടിട്ടില്ലേ? മഹാകവി വള്ളത്തോളിൻ്റെ വരികളാണത്. അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ ഇത്തരത്തിലുള്ള പക്ഷികളെ പിടിച്ച് കൂട്ടിലടയ്ക്കരുത്. കാരണം അതിന് പറക്കാൻ വിശാലമായ ഒരു ആകാശം ഈശ്വരൻ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഹനിക്കാൻ മനുഷ്യന് അതിനുള്ള അവകാശമില്ല, അധികാരമില്ല. അത് ചെയ്യുന്ന ഒരു വ്യക്തി ജീവിതത്തിൽ രക്ഷപ്പെട്ട ചരിത്രവുമില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള ജീവികളെ കൂട്ടിലടച്ച് വളർത്തരുത്. നിങ്ങളുടെ വീട്ടിൽ വരുന്നുണ്ടോ, കൊടുത്തോളൂ. വീട്ടിലേക്ക് മയിലുകൾ, ചില വീടുകളിലേക്ക് മയിലുകൾ വരാറുണ്ട്, ദാരിദ്ര്യത്തിന്റെ സൂചനയാണത്. വീട്ടിലേക്ക് മയിൽ വന്ന് കയറുക എന്ന് പറയുന്നത് ദാരിദ്ര്യത്തിന്റെ അങ്ങേയറ്റം സൂചനയാണ് കാണിക്കുന്നത്. കടം വരാൻ പോകുന്നു എന്നതിന്റെ തെളിവാണ്. നമ്മൾ പറയും, നമ്മളതൊക്കെ വീഡിയോസ് ഒക്കെ എടുത്തിടാറുണ്ടല്ലേ, പോസ്റ്റ് ചെയ്യാറുണ്ടോ? ഞങ്ങളുടെ വീട്ടിൽ മയിൽ വന്നു. മയിൽ വരുന്നത് എന്താണ്? മയിലിന്റെ എണ്ണം കൂടുന്നത് പോലും പ്രകൃതിക്ക് ദോഷമാണോ? അപ്പോൾ ഞാനീ പറഞ്ഞു വരുന്നത്, ഇത്തരം കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കുക. നായ്ക്കളെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവും, അതുപോലെ തന്നെ വന്നു കയറുന്ന നായ്ക്കൾ, അതും ദോഷം തന്നെയാണ്. ഇത്തരത്തിലുള്ള നിമിത്തമായിട്ടാണ് വരുന്നതെങ്കിൽ വളരെ വലിയ ദോഷം. അതിനുള്ള അനുവാദം നിങ്ങൾ കൊടുക്കാതെ ഇരിക്കുക എന്നുള്ളത് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.